അപ്പൊ നമ്മൾ ഇന്ന് ബാലി ദ്വീപ് ഫെസ്റ്റിലേക്ക് വെൽക്കം ചെയ്തേക്കാണ്. എറണാകുളത്ത് ഇപ്പൊ ഗ്രൗണ്ടിലാണ്. ആദ്യത്തെ കാഴ്ച എന്താന്ന് കാണാം. അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഗായ്സ്, അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. കമോൺ. ആദ്യം തന്നെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട്, നമുക്ക് അവിടെ ചെന്ന് സെൽഫി എടുക്കാം. ലൈറ്റിംഗ് ഒക്കെ നമുക്ക് സെറ്റ് ആണ് കേട്ടോ. ബാലിയുടെ നല്ലൊരു ഫ്രെയിം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ ഫിഷ് ഒക്കെ ഉണ്ട്. കണ്ടിട്ട് പണ്ടത്തെ പോഗോ ടിവിയില് നമ്മള് കാർട്ടൂൺ നെറ്റ്വർക്കിന്റെ പോഗോ ടിവിയിൽ പരിപാടി ഉണ്ടായിരുന്നു. ഹായ്, വെള്ളത്തിൽ കൂടെ നോക്ക്, ഫിഷിന്റെ ഇടയിൽ കൂടെ പോകുന്നു. ആഹാ, നല്ല നല്ല രസമുള്ള മീനുകളാട്ടോ. അമ്മേ, തന്നെ എനിക്കറിയാമല്ലോ, താൻ ഹംസയല്ലേ. കൊള്ളട്ടെ ഗൈസ്, നമുക്ക് നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഇട്ട് നല്ല ഫോട്ടോ ഒക്കെ സെറ്റ് ഇട്ട പോലെ ഉണ്ട്. ചിരിച്ച് കല്യാണം വേണ്ടിയിട്ടുള്ള അതെ അതെ, നല്ല രസമുണ്ട്. ആയിട്ടുള്ള കേട്ടോ, ഒന്നും പേടിക്കാനില്ല. സെറ്റ്. വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ അവൻ ആടുകയാണ് ഗൈസ്. അവൻ ആടുകയാണ്. പിടിച്ചൂലേ ഗായ്സ്, അപ്പൊ നല്ല രസമുണ്ട് കേട്ടോ. ചിരിച്ചേ. നല്ല കാറ്റും എല്ലാം കിട്ടുന്നുണ്ട്. ഇത് നല്ല പേടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ചാടിക്കടിച്ചാൽ ഞാൻ കത്തും. ഗായ്സ്, ഇതിന്റെ റിവ്യൂ അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഇത് ഇത്ര നല്ലൊരു പ്ലേസ് ഈ നാട്ടിലില്ല. രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അവര് എന്തോ വഴക്കിട്ടിരിക്കാൻ തോന്നുന്നു. അല്ല, ചിലപ്പോൾ ഉറക്കിപ്പിച്ചായിരിക്കും. ഉറങ്ങിയില്ല, രണ്ടുപേരും ഉറങ്ങി. അത് അങ്ങോട്ട് നോക്കൂ, അവിടെ ഒരു മിറർ. ഞാനിവിടെ ചുവന്ന റോസാപ്പം പിടിച്ചിട്ട് നടക്കുന്ന നിപ്പുണ്ടാവട്ടോ. നമുക്ക് വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട്, അങ്ങോട്ട് പോവാം. ഇത് സാറ്റർഡേ ആയതുകൊണ്ടുണ്ടല്ലോ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ ഒരു ഏരിയയിൽ തിരക്ക് കുറവാണ്. പാലകൾ പൂത്തില്ലേ. ഇപ്പൊ ഫ്രീക്ക് പ്രേതങ്ങളുടെ കാലമല്ലേ. നമുക്ക് ഇവന്റെ ഡ്രസ്സിന് പറ്റിയ ഒരു കോമ്പോ. അപ്പൊ ഒറിജിനൽ അല്ലല്ലേ. അവനും ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഞാനും ബാക്കാൻ ഓക്കെ. കാണാൻ സംഭവം കൊള്ളാട്ടോ. നമുക്ക് തെങ്കാശിയില് സൺഫ്ലവർ തോട്ടത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് പറ്റിയില്ല, പക്ഷെ അത് ഇവിടെ ഉണ്ട്. കമാൺ, നമ്മള് പറഞ്ഞ സൂര്യകാന്തി ഇവിടെയാണ് ഗൈസ്. സുബ്രഹ്മണ്യപുരം പോകണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം നമ്മൾ പോകുമ്പോ അവിടെ കവർ ചെയ്യാം. ഇങ്ങനെ പേടിക്കലടാ, ആണുങ്ങളെ വില കളയാനായിട്ട്. അങ്ങോട്ട് നോക്കൂ, അമ്മേ. ഗുലാൻ, എന്റെ പേര് ഗുലാൻ എന്നാണോ? വാ, ടണലിന്റെ അകത്തുള്ള ഫിഷിനെ കാണാം. ഇവിടെ ഇവര് രണ്ടുപേരും ഉറക്കമായി. ഇവര് നേരത്തെ ഉറങ്ങുന്ന ടീംസാന്ന് തോന്നുന്നു. കുഞ്ഞു കൂർത്തിരിക്കണം. എന്താടാ ആ ഫിഷിന്റെ മുന്നിൽ കൂർത്തിരിക്കുകയാണ്. ഇവിടെ കുറേ ഫിഷസ് ഉണ്ട്. നമ്മൾ ഒരു ടാസ്ക് കൊടുക്കാണ്. എത്ര വൈറ്റ് ഫിഷസ് അല്ലെങ്കിൽ അല്ല വേണ്ട ഗ്രീൻ ഫിഷസ് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യും. എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യും. എത്ര ഗ്രീൻ ഫിഷസ് ഉണ്ട്. ഇവിടെ പൊരിഞ്ഞ കൗണ്ടിങ് നടക്കുകയാണ്. തിരുവനന്തപുരം ആളെ കൊണ്ട് എണ്ണി തീർക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഒരുപാട് ഫിഷുകളുണ്ട്. ആള് 100 ആയി എന്നാണ് പറയുന്നത്. അടുത്തേക്ക് പോവാം. നമ്മളിപ്പോ ഈ ദുബായി ഒക്കെ ഉണ്ടല്ലോ, അവിടെ ചിലപ്പോ ഇതിലേക്ക് വേറൊരു ലെവലാണ്. നമ്മള് ഇത് കുറെ കളർ ഫിഷിന്റെ ഒക്കെ ആ ഒരു രസം ഉണ്ടല്ലോ, അത് ഭയങ്കര രസം. കുഞ്ഞു കുഞ്ഞു ഫിഷസ് ഇങ്ങനെ പോയിട്ടാണ്. അതുപോലെ ഇതവര് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേരല്ലേ, ഇതാണ് വെളുത്തമ്മ. ഇവനാരെങ്കിലും സ്റ്റാച്ചു വെച്ചോ? അവൻ സ്റ്റാച്ചു ആണ്. അപ്പുറത്ത് കാണുന്ന അവനെ അതിനെ കണ്ടോ, അതിനെ കണ്ടോ, ഇത് കണ്ടോ കണ്ടോ. ഇതാണ് കറുത്തമ്മ. ഇത് കറുത്തമ്മ, അത് വെളുത്തമ്മ. അതെനിക്ക് ഇഷ്ടമായി കേട്ടോ. 4 വലിയ വിഷസമാണ് അല്ലേ. നമുക്ക് മലന്റെ ഇടയിൽ പോയിട്ട് അതെ 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 നോക്ക്, കണ്ടോ. ആഹാ, അരോള ഫിഷൊക്കെയാന്ന് തോന്നുന്നു അല്ലെ. ഇവന് ഇങ്ങനെ വളഞ്ഞ് അത്യാവശ്യം സ്പേസ് ഉണ്ടല്ലേ തിരിയാനൊക്കെ ആയിട്ട്. പോകുന്നു, യൂട്ടേൺ എടുക്കുന്നു, വരുന്നു. ആ ഒരു കടലിൽ ഒരു സെറ്റാണ്.
നമ്മൾ ദുബായ് മാളിൻ്റെയൊക്കെ അകത്ത് ഉള്ള വ്യൂ അകത്ത് കയറുമ്പോൾ അല്ലാണ്ട് പുറത്തുനിന്ന് നമ്മൾ കാണുന്ന പോലെയാണ് ഇവിടുത്തെ വ്യൂസ് ഇങ്ങനെ സെറ്റ് ചെയ്തേ. ടണൽ വ്യൂ പുറത്ത് വരുമ്പോൾ നമുക്ക് ഈ ഫിഷിലേക്ക് ഇങ്ങനെ കാണാൻ പറ്റും. സെയിം ലൈക്ക് ആണത്. അത്യാവശ്യം നമ്മൾ ഈ ഫിഷ് ടണലൊക്കെ കണ്ടാലും നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്ത് കയറിയാലും ചിലയിടത്തൊക്കെ ഇങ്ങനെ ഒത്തിരി ഫിഷ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല ഫിഷ്, കുറേ കുഞ്ഞു കുഞ്ഞു ആ കളേഴ്സിന്റെ ഒക്കെ ഫിഷൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഫിഷ് ഇതിൻ്റെ അകത്തുണ്ട്. പിള്ളേർക്കൊക്കെ കാണാനൊക്കെ ആയിട്ടാണെങ്കിലും ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. ടൈമിനുള്ളിൽ ഫിഷിനെ പിടിക്കാന്നുള്ളൊരു ടാസ്ക് ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ റെന്ന് ഫിഷിനെ ട്രൈ ചെയ്യാതെ പറഞ്ഞിട്ടുണ്ട്. ഒരു നെറ്റ് കൊടുക്കും, എങ്ങനെയാന്ന് നമുക്ക് നോക്കാം കേട്ടോ. തരും റെന്നങ്ങട് അവിടെ കുറെ ഫിഷ് ഉണ്ട് കേട്ടോ. റെന്നിന്റെ അച്ഛൻ റെന്നിന് ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ലൊരു മീൻപിടുത്തക്കാരനായിട്ട് നിയമിച്ചിരിക്കുന്നു. എന്റർടൈൻമെന്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങളുടെ സ്റ്റോളുകൾ തുടങ്ങുകയാണ്. സ്റ്റോൾസിലൊക്കെ എന്തൊക്കെയാന്ന് നോക്കാം. കോഴിക്കോടൻ ഹൽവയൊക്കെ ഉണ്ട്. മധുരം കാണുമ്പോൾ ഞങ്ങളുടെ കൊച്ചിനൊരു വീക്ക്നെസ് ആട്ടോ. പക്ഷെ നമ്മൾ അവിടെ നിന്നൊക്കെ അവനെ ട്രാക്ക് ചെയ്തു. അതായത് മൊബൈൽ കവേഴ്സ് ആണ്, ഒരുപാട് മൊബൈൽ കവേഴ്സിന്റെ കളക്ഷൻസ് ഉണ്ട്. ഇത് സെറ്റും ഉണ്ട് കേട്ടോ. പ്രാവശ്യത്തെ ഒരു ട്രെൻഡ് ആയിരുന്നല്ലോ ഡബിൾ ഷെയ്ഡ് പോലെ വരുന്നേ. ടിഷ്യൂലൊക്കെ ഉണ്ട് കേട്ടോ, കുഞ്ഞു ടിഷ്യൂ ഷർട്ട്സ് ഒക്കെ ഉണ്ട്. 550, 4 എണ്ണം എടുക്കുകയാണെങ്കിൽ 999 കിട്ടും എന്നാണ് അവർ പറയുന്നത്. ഇവിടെ നമുക്ക് കാർപ്പറ്റ്സ് ഇങ്ങനെ ചവിട്ടി പോലെയൊക്കെ ഉണ്ട്. നമ്മുടെ റെന്നിപ്പം ആകെ ഡിസ്റ്റർബ്ഡ് ആയി. എന്ത് കിട്ടും എന്ത് മേടിക്കും എന്നുള്ളത്. മറ്റേ മാടമ്പള്ളിയിൽ ഗംഗ നാഗവല്ലിയുടെ ആഭരണങ്ങൾ നോക്കുന്ന പോലെ റെന്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ലിസ്റ്റ് വരുന്നതായിരിക്കും. അവിടെ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിൽ വിചാരിക്കേണ്ടത് ആസ് എ പാരന്റ്. കാരണം എവിടെ പോയാലും ഇങ്ങനെ കുറേ അലത്തോലത്തെ സാധനങ്ങൾ മേടിക്കും. 2 ദിവസം കഴിയുമ്പോൾ അതെല്ലാം പല കഷ്ണങ്ങളാക്കി വീട്ടിലിരുന്ന് കാണാം. വീട് ഒതുക്കുന്ന നമ്മുടെ കഷ്ടപ്പാടുകളാണ് ഇതൊക്കെ. ഇതുണ്ടോ നാഗവടമാല മാങ്ങമാല പോലെ റെന്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പലതരം ടോയ്സ്. എന്തെങ്കിലും ഒരു കൺവിൻസിങ് സ്റ്റോറി ആയിട്ട് റെന്റ് വരും കേട്ടോ. അമ്മ ഞാനിത് അങ്ങനെയാണ് അമ്മ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ടോയ് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കൺവിൻസിങ് സ്റ്റോറി. നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ ആണ് കേട്ടോ നമ്മുടെ റെന്റ്. ആ ഒരു സ്കില്ല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുറേ സ്റ്റോൾസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വീണ്ടും ഡ്രസ്സിന്റെ ഏരിയയിലേക്ക് വന്നു. വേറെ ടൈപ്പ് അടുത്ത സ്റ്റോള്. ഇതോ ഇപ്രാവശ്യത്തെ ട്രെൻഡാണ്. ഇങ്ങനെ 200 മുണ്ട്, 500 സാരി. കുത്താമ്പളിയാ മീറ്റർ 180. എന്ത് മെറ്റീരിയൽ ഏട്ടാ? ഖാദി സിൽക്ക്. സെറ്റ് ആണെങ്കിൽ എത്രയാ? 1500. ബാംഗിൾ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പാലക്കാമാല പോലത്തെ ഇതുണ്ട്, മാലകളുണ്ട്. കുറേ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്. 140 കേട്ടോ. ഇത് കോലാപ്പൂരി ചെരുപ്പുകളുണ്ട് കേട്ടോ, ഹീൽസ് ഉള്ളതുണ്ട്. ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിലുക്കും. നമ്മള് ഒരു ലാപ്ടോപ്പ് പോലത്തെ ഒരു ടോയ് മേടിച്ചാണ്. പക്ഷെ അത് പോരാ എന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര പരാതിയും പരിഭവമാണ്. അച്ചാറുകൾ. അയ്യോ വായില് വെള്ളം വരികയാണ്. മണത്തപ്പോ തന്നെ വായില് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബീച്ച് വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന, നമുക്ക് അത്യാവശ്യം ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകാനായിട്ടൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഉണ്ട്. അവിടെ ആണെങ്കിൽ പിള്ളേരുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്.
നിക്ക് ഇവിടെ ഗെയിം സോൺ കണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് അവിടെ എങ്ങനെയാണ് റെൻ അവിടെ എന്താ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാട്ടോ. ഇവിടെ നമ്മുടെ അച്ഛനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞു. റെന് ഗെയിം കളിക്കാനായിട്ട് കയറുകയാണ്. പുറത്തിറങ്ങുമ്പോൾ അവിടെ സ്കൈ വീലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഗ്ലാസ് ഒറ്റ തവണ ഇടുകയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇവിടെ ഇവർ സെറ്റ് ചെയ്യാണ്. പേയ്മെന്റ് ചെയ്തു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. തുടങ്ങിയപ്പോൾ നമ്മൾ 2 പേരുണ്ടായിരുന്നു. ബാക്കി ടോയ്സും കളിപ്പാട്ടങ്ങളും അതും ഇതുമൊക്കെ കിട്ടാത്ത ഡിപ്രഷനിൽ നമ്മുടെ റെന്റ് മാറി ഇത് കരയാണ് ഗൈസ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അടുത്തൊരു വ്ളോഗുമായിട്ട് ക്രൈസി 5 സ്റ്റോറീസ് നെക്സ്റ്റ് ടൈം വരുന്നതാണ്. ടിൽ ദെൻ ഫോളോ, ലൈക്ക്, സബ്സ്ക്രൈബ്.